ഋഷഭ് ഷെട്ടി ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ പുള്ളിയെ ജസ്റ്റ് കണ്ടു തോന്നുന്നു, ആ കാലിൽ തൊട്ട് തൊഴാൻ തോന്നുന്നു. ആ രീതിയിലാണ് പുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത്. നോർമൽ ലെവലിൽ പോയിക്കൊണ്ടിരുന്ന പടം ഒരു കയറ്റം ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ, അത് വേറെ ലെവലായി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേണം ഒരു സിനിമ എടുക്കുമ്പോൾ, നമുക്ക് തന്നെ തോന്നണം നമ്മുടെ പടമാണെന്ന്. ഈ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങി 2025 ഇറങ്ങിയ ഏത് ഇൻഡസ്ട്രിയിലെ പടം എടുത്താലും 1000 കോടി അടിക്കാൻ അർഹതയുള്ള ഒരു ഒറ്റ പടം കാന്താര മാത്രമേ. ഋഷഭ് ഷെട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ്, കാന്താര 1-നെക്കാളും കിഴിഞ്ഞ പെർഫോമൻസ്, ഒരു രക്ഷയും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഇമാജിനറി വരുന്ന സാധനങ്ങൾ. ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ടിനേക്കാളും സെക്കൻഡ് ഹാഫ് കത്തിച്ച് കയറട്ടെ. വേറെ വിഷ്വൽ ട്രീറ്റ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പടം ഗൂസ് ബംസ് നിന്ന് വേറെ ലെവലാക്കുകയാണ്. അവസാനത്തെ ഒരു 10-15 മിനിറ്റ് നമ്മൾ തിയേറ്ററിൽ ഇരിക്കത്തില്ല. ഒരു നല്ലൊരു സിനിമ പ്രേമിയാണ് എണീറ്റ് നിന്ന് കൈയടിച്ച്, അത്രയ്ക്കും മാസ് സീൻസ് ആണ്. സിനിമ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അവസാനമുള്ള സെറ്റ് വർക്ക്, ലൊക്കേഷൻ, ഫ്രെയിംസ്, സിനിമാറ്റോഗ്രഫിയിലേക്ക് ആള് വിഷയം. പുലിയിലെ VFX ഒക്കെ സത്യം പറഞ്ഞാൽ ഒറിജിനൽ പുലി വരെയാണ് തോന്നുന്നത്. അത്ര രീതിയിൽ VFXന് അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഒരു ദൈവവിശ്വാസി എന്നുള്ള രീതിയിൽ എല്ലാവരും ഈ പടം കണ്ടെത്തിയിരിക്കണം. ഏത് ദൈവം ആയിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, പക്ഷേ ഇത് ഒരു എപ്പിക്കാണ്. നമ്മളങ്ങ് അതിലങ്ങ് അലിഞ്ഞു പോവുകയാണ്. നമ്മളങ്ങ് അതിനകത്തായി പോകും, കാന്താരയ്ക്ക് അകത്തായി പോകും. വിഷ്വൽ ആയാലും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാം നോക്കിയാലും പാർട്ട് 1-ന്റെ 1000 ഇരട്ടി മുകളിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജസ്റ്റ് അടിപൊളി പടം, ക്ലൈമാക്സ് എല്ലാം ടോപ്പ്, അടിപൊളി പടം. BGM എല്ലാം 10/10 കൊടുക്കാം, പക്ക പടം. എല്ലാവരും മസ്റ്റ് തിയേറ്ററിൽ ഒന്ന് കാണണം. മസ്റ്റ് തിയേറ്റർ വാച്ച് പടം. സൂപ്പറാണ്. ആളുടെ എഫേർട്സിനൊക്കെ അത് സ്ക്രീനിൽ കാണാണ്ട് അടിപൊളി പടം. നന്നായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ കണ്ടതിനെക്കാട്ടിലും കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. സാധാരണ പറഞ്ഞ വലിയ പടങ്ങളെ പോലെ തള്ളി മറിക്കാതെ കുറച്ച് നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അവർ. അതുകൊണ്ട് കുറച്ചൊരു ബെറ്റർ ആയിട്ട് തോന്നി. മ്യൂസിക് ഭയങ്കര തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വന്നായിരുന്നു. മിക്ക സീനുകളും ക്ലൈമാക്സ് ഭയങ്കര സൂപ്പറായിരുന്നു. കിടിലമായിരുന്നു. ഈ സാധാരണ ഈ കൊടുത്തമാര് ഭയങ്കര പൈസ കൊടുത്ത് ഇറക്കുന്ന VFX കാട്ടിൽ എന്തും കൊണ്ടും കിടിലമായിരുന്നു. ആ വിഷ്വൽ എഫക്റ്റ് ഭയങ്കര സൂപ്പറായിരുന്നു. മറ്റുള്ള പടങ്ങളൊക്കെ ഹൈപ്പ് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് വെറുതെ നിരാശയാണ് തന്നത്. ഇപ്പൊ ഈ പടം നല്ല ഹൈപ്പിന് ഒത്ത നല്ലൊരു ഇതുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഋഷഭ് ഷെട്ടിയുടെ മേക്കിങ്ങും ഡയറക്ഷൻ അത് അടിപൊളി സംഭവം. ഒരു രക്ഷയില്ല, എന്ത് റിസോർട്ട് എടുത്ത് വെച്ചേക്കണം. ആ ഒരു ട്രൈബൽ സ്ഥലവും അതിനൊത്ത് പോയിട്ട് ആ കാന്താര 1-ന്റെ ക്ലൈമാക്സിൽ നമുക്ക് കിട്ടിയൊരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ എഫക്റ്റ് തന്നെ ഒരു രക്ഷ. സിനിമ ഫുൾ എഫക്റ്റ് ആണോ? ഫുള്ള് പറയാൻ പറ്റൂല. അവിടെ ആയിട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും പറഞ്ഞ എഫക്റ്റ്. ഋഷഭ് ഷെട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ്, കാന്താര 1-നെക്കാളും കിഴിഞ്ഞ പെർഫോമൻസ്, ഒരു രക്ഷയില്ല. ക്ലൈമാക്സിലുള്ള 30 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. എന്റെ പിന്നെ അത് ഞാനാണെങ്കിൽ അങ്ങ് എനിക്ക് ഓരോ മിനിറ്റ് കഴിയുന്നതോറും രോമാഞ്ചം വരുന്നു, ഒരു രക്ഷയില്ല. ഋഷഭ് ഷെട്ടി അങ്ങ് ഇത്രയും വർഷം, അതായത് 250 കോടിയാണ് ഈ പടത്തിന്റെ ബഡ്ജറ്റ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പടത്തിന് വേണ്ടിയിട്ട് അവര് ബഡ്ജറ്റ് ഇറക്കി, ഒരു രക്ഷയില്ല. അവസാനമുള്ള സെറ്റ് വർക്ക്, ലൊക്കേഷൻ, ഫ്രെയിംസ്, സിനിമാറ്റോഗ്രഫിയിലേക്ക് ആള് വിഷയം. ഗോട്ട് എന്തായാലും എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം, മിസ് ചെയ്യരുത്, നല്ല നഷ്ടം. മൊത്തത്തിൽ അടിപൊളി പടം, സൂപ്പറാണ്. കാരണം ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് കാന്താര ഉണ്ടല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്ത് കാണുമ്പോൾ ഉള്ള രസത്തിനേക്കാൾ അല്ലാണ്ട് ഒരു പ്രത്യേകം ഒരു സിനിമ, സ്റ്റാൻഡ് ലോൺ എന്ന സിനിമയായിട്ട് കണ്ടാൽ ക്ലൈമാക്സ് പഴയതുപോലെ തന്നെ തീ സാധനം വരുന്നു. പിന്നെ കോമഡിയും അത്യാവശ്യം കോമഡികളും ഉണ്ട്. നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല മേക്കിംഗ്. ക്ലൈമാക്സ് 30 മിനിറ്റ്സ് ആയിരുന്നു പടം. അതായിരുന്നു പടം. മീൻസ് ഇങ്ങനെ നോർമൽ ലെവലിൽ പോയിക്കൊണ്ടിരുന്ന പടം ഒരു കയറ്റം ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ, അത് വേറെ ലെവലായി. പീക്ക് ലെവൽ എക്സ്പീരിയൻസ്, രോമാഞ്ചം വന്ന ക്ലൈമാക്സ് പഴയതുപോലെ തന്നെ രോമാഞ്ചം. കിടിലം വെച്ചാൽ വേറെ ലെവൽ പടം. ആ മേക്കിംഗ്, പിന്നെ അതിനെ നമ്മുടെ പറഞ്ഞതുപോലെ ദൈവത്തിനോടുള്ള ഒരു ഇഷ്ടം നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി ഈ സിനിമയെ കൊണ്ട് സാധിച്ചു എന്നാണ് എനിക്ക് പറയാം. പിന്നെ ഡയറക്ടർ, പിന്നെ ആ ഒരു സോങ്, പിന്നെ അതിൻ്റെ ഓരോ സ്ക്രീൻ വൈസ്, ഓരോ ഷോട്ട് വേറെ ലെവൽ രീതിയിലാണ് പുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത്. ഋഷഭ് ഷെട്ടി ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ പുള്ളിയെ ജസ്റ്റ് കണ്ടു തോന്നുന്നു, ആ കാലിൽ തൊട്ട് തൊഴാൻ തോന്നുന്നു. ആ രീതിയിലാണ് പുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത്. വേറെ ലെവൽ പടം. ആസ് എ ഡയറക്ടർ, ആസ് എ പെർഫോമർ ഈസ് വെരി ബെസ്റ്റ്. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് എന്തൊക്കെ കൊണ്ട് എത്തിയിരിക്കുന്നത് പുള്ളി എന്ന് പറഞ്ഞാൽ ആ ഒരു എന്തെന്ന് പറയാം, നമ്മൾ ഒരു ശിവനും പാർവതി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ പുള്ളി കൊണ്ട് എത്തിച്ച രീതി എന്ന് പറഞ്ഞാൽ വളരെ കിടിലം. നമുക്ക് വേറെ ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് കൊണ്ട് എത്തിച്ചിരുന്നത്. കിടിലം പടം. ഒരു ദൈവവിശ്വാസി എന്നുള്ള രീതിയിൽ എല്ലാവരും ഈ പടം കണ്ടെത്തിയിരിക്കണം. ഏത് ദൈവം ആയിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, പക്ഷേ ഇത് ഒരു എപ്പിക്കാണ്, എപ്പിക് പടമായിരുന്നു. നിങ്ങൾ തന്നെ ബുക്ക് ചെയ്ത് പടം കാണുകയാണ് നല്ലത്. പടം വേറെ ലെവലാണ്. എന്ന് വെച്ചാൽ ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ടിനേക്കാളും സെക്കൻഡ് ഹാഫ് കത്തിച്ച് കയറട്ടെ. വേറെ വിഷ്വൽ ട്രീറ്റ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പടം ഗൂസ് ബംസ് നിന്ന് വേറെ ലെവലാക്കുകയാണ്. ക്ലൈമാക്സ് ആണ് ഈ പടത്തിന്റെ മെയിൻ. എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്നതാണ്. നമ്മളല്ലാതെയുള്ളൊരു പിന്നെ
വിഷ്വൽസിനേക്കാളും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഒരു ഫീസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന എക്സ്പീരിയൻസ്. വിഷ്വൽ ആയാലും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാം നോക്കിയാലും പാർട്ട് 1-ന്റെ 1000 ഇരട്ടി മുകളിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജസ്റ്റ് സ്ക്രിപ്റ്റിൽ ചെറിയ കുറേ ആവശ്യമില്ലാത്ത കോമഡികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നിർത്തായിരുന്നു. ആ സ്ക്രിപ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും പാർട്ട് 1-ന്റെ മേളിലായിട്ടാണ് തോന്നുന്നത്. ക്ലൈമാക്സ് ലാസ്റ്റ് 20 മിനിറ്റ് നമ്മൾ അന്ന് ആ കാന്താര 1-ന്റെ ആ ഒരു സാധനം കണ്ടതിൻ്റെ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടി. മേ ബി ഓഡിയോ വണ്ടി കണ്ടോണ്ടായിരിക്കും. അന്ന് കന്നഡയാണ് കണ്ടത്, ഇന്ന് തമിഴാണ് കണ്ടത്. അപ്പം ഭയങ്കര മേക്കിംഗ് വൈസ് സൂപ്പർ. ഒന്നും നമുക്ക് ഇതൊക്കെ തിയേറ്ററിൽ കാണേണ്ട സാധനമാണ്. നിങ്ങൾ എത്ര വന്നാലും തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. എപ്പിക്കാണ്, സത്യം പറഞ്ഞ എപ്പിക്കാണ്. കാരണം ഒരു എന്തിനൊക്കെ ശേഷം പക്ക എപ്പിക്ക്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ട്രെയിലറിൽ കണ്ടത് ഒന്നും അല്ല പടം. ആ റേഞ്ചിൽ ചെയ്ത് വെച്ചോളുണ്ട്. ഇന്റർവെൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്ക് ശേഷം തകർപ്പൻ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ അതിനൊക്കെ തന്നെ DOP, പിന്നെ മ്യൂസിക്, പിന്നെ വിഷ്വൽ എഫക്ട്സ് സൂപ്പറായിരുന്നു. എല്ലാത്തിലും ഉപരി ഫ്രെയിം എവിടെ നോക്കിയാലും ഓരോ ഫ്രെയിം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു നമ്മൾ എപ്പിക് സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഇടയ്ക്ക് മറ്റേ പൊന്നിയൻ സെൽവൻ എന്ന് പറയില്ല, അതിനൊക്കെ വലിച്ച് കീറാതെ തോന്നുന്നു എടുത്തിട്ട്. സത്യമായിരുന്നു. ഒരു എന്താ പറയുക, ഒരു പ്രകൃതിയെ കാണിക്കുന്നെങ്കിൽ അതിൽ അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കണം, റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരണം. VFX ആണെന്ന് പറയത്തില്ല, എല്ലാം ഭയങ്കര ഒറിജിനൽ. പിന്നെ ക്ലൈമാക്സിൽ മാത്രം അത് ലാസ്റ്റ് പോകുമ്പോൾ വർക്ക് ടൈം കുറച്ച് ഉള്ളത്. കാരണം റിലീസ് പെട്ടെന്നായിട്ട് അവർക്ക് അത് പറ്റിയെന്ന് പറയാം. പക്ഷെ അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഇമാജിനറി വരുന്ന സാധനങ്ങൾ. ഗൂസ് ബംസ് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. മ്യൂസിക് അടക്കം ഒരിടത്തും പറയാൻ പറ്റില്ല. എന്നാൽ ഫ്രഷ് സാധനം നമ്മൾ മുമ്പിട്ടത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേണം ഒരു സിനിമ എടുക്കുമ്പോൾ. നമുക്ക് തന്നെ തോന്നണം നമ്മുടെ പടമാണെന്ന്. വേണം ഇന്ത്യൻ റെപ്രസെന്റ് എടുത്ത് ഇങ്ങനെയാണ് പടം എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഹോളിവുഡ് ലെവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിക്കില്ല, വേറെ ഒന്നും അടിക്കില്ല. സൂപ്പർ സാധനമാണ് എടുത്ത്. ഗംഭീര സിനിമ, ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ലാസ്റ്റ് 20 മിനിറ്റ് ഒക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാളും വേറെ ലെവൽ സാധനം തന്നെയാണ്. ഫസ്റ്റിന്റെ ഡബിൾ ഉണ്ടോ? ഫസ്റ്റിന്റെ ട്രിപ്പിൾ ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും എടുത്തന്നെ നിൽക്കുന്നു. ഋഷഭ് ഷെട്ടിയുടെ അഭിനയവും എടുത്തന്നെ പറയണം. കാരണം പുള്ളിക്കാരൻ തകർത്തിട്ടുണ്ട്. കാരണം ഇതിന്റെ VFX എടുത്തന്നെ പറയണം. ഇതിലെ VFX ഒക്കെ സത്യം പറഞ്ഞാൽ ഒറിജിനൽ പുലി വരെയാണ് തോന്നുന്നത്. അത്ര രീതിയിൽ VFXന് അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. സോ കിടിലം പടമാണ്. തിയേറ്ററിൽ തന്നെ വന്നതാണ്, അല്ലാതെ OTT കണ്ടിട്ട് കാര്യമില്ല. പടം ഒരു രക്ഷയില്ല, കിടില മേക്കിംഗ് ആണ്. പക്ഷെ കുറച്ചും കൂടെ ആൾക്കാരെ മലയാളം കാണാൻ ശ്രമിക്കുക. കാരണം തമിഴ് നമുക്ക് ഇത്തിരി കൊടും തമിഴ് വാക്കുകളാണ്, കുറച്ച് മനസ്സിലാവത്തില്ല. കുറേ അതായത് മെയിൻ സ്ഥലങ്ങൾ, കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അത് മലയാളത്തിൽ കണ്ടാൽ മാത്രമേ നമുക്ക് കിടിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. തമിഴ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവത്തില്ല. മറ്റ് നമ്മൾ ഫസ്റ്റിൻ്റെ ക്ലൈമാക്സിനെ കാട്ടി ഒരു 5 ഇരട്ടി കൂടുതലാണ് സെക്കൻഡിൻ്റെ ക്ലൈമാക്സ്. കാരണം അവസാനത്തെ ഒരു 10-15 മിനിറ്റ് നമ്മൾ തിയേറ്ററിൽ ഇരിക്കത്തില്ല. നല്ലൊരു സിനിമ പ്രേമിയാണ് എണീറ്റ് നിന്ന് കൈയടിച്ച്. അത്രയ്ക്കും മാസ സീൻസ് ആണ്. എൻജോയ് ചെയ്യുക, നല്ല പടം കണ്ടിരിക്കാനുള്ള നിലവിളിയും ഒന്നും പറയാം, രോമാഞ്ചം വരും. സൂപ്പർ കാണാം, ഫാമിലി ആയിട്ട് ഒന്ന് ക്ലൈമാക്സ് ഒക്കെ നിന്ന് കത്തിച്ചോ, അടിപൊളി. ഒരു രക്ഷയില്ല, കത്തി നിൽക്കണം പടം. എന്തായാലും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാം. ലൈക്ക് ഇന്ത്യൻ സിനിമയിൽ വല്ലപ്പോഴും മാത്രമാണ് ഇത്ര നല്ല സിനിമ സംഭവിക്കുന്നത്. പെർഫോമൻസ് എന്ന് മാത്രമല്ല, എല്ലാ സൈഡും ഡയറക്ഷൻ ആയിക്കോട്ടെ, VFX ആയിക്കോട്ടെ, എല്ലാം ടോപ്പ് നോച്ചാണ് ഈ പടത്തിൽ. എടുത്തു പറയുന്ന മ്യൂസിക്കാണ്, അജനേഷിൻ്റെ മ്യൂസിക്കാണ്. പുള്ളി മംഗളവാരം, നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് പറയുന്ന മംഗളവാരമാണ് പടം റീസെൻ്റ് ഇറങ്ങിയത്. അങ്ങേര് അസാധ്യമായി പണി വെച്ചിട്ടുണ്ട്. ചില ഫോക്ക് ലോർ ഉണ്ട്. ബേസിക്കലി നമ്മുടെ ഭൂമിയുടെ ഒരു രാഷ്ട്രീയമുണ്ട്, അതായത് ഉയർന്നവർ താഴ്ന്നവർ. ആ ഒരു സ്റ്റോറിയാണ് കാന്താരയിലെ ബേസ് സ്കോർ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ. ഇതിലും ആ ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ ഒരു മിത്തോളജിയും എല്ലാം ചേർത്ത് പക്കയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും തിയേറ്ററിൽ കൊടുക്കുന്ന പൈസയുടെ 10 ഇരട്ടി റിസൾട്ട് വരുന്ന ഒരൊറ്റ പടം. പിന്നെ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഈ പടം 1000 കോടി അടിച്ചായിട്ട് അത്ഭുതപ്പെടാൻ ഒരു സംശയമില്ല. 1000 കോടി ഉറപ്പായിട്ടും ഷുവർ ഷോട്ട് ആയിരിക്കും. കാരണം ഈ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങി 2025 ഇറങ്ങിയ ഏത് ഇൻഡസ്ട്രിയിലെ പടം എടുത്താലും 1000 കോടി അടിക്കാൻ അർഹതയുള്ള ഒരു ഒറ്റ പടം കാന്താര മാത്രമേ. ബുക്ക് മൈ ഷോയിലൊക്കെ 87,000 ടിക്കറ്റ് വെക്കുന്ന അത് ഇനി 1 ലക്ഷം പോകും. 1 ലക്ഷം 4 ലക്ഷം പോയാലും ബുക്ക് മൈ ഷോ ക്രാഷ് ആയാലും തെറ്റ് പറയാനൊന്നുമില്ല. 1 ലക്ഷം ഒക്കെ പോകും. മേ ബി പോയൊക്കെ ഇപ്പൊ 87,000 പോയി, പിന്നെ 1 ലക്ഷം പോകാൻ എത്ര നേരം വേണം? പടം തൂക്കി അടിച്ചിട്ടുണ്ട്. ഇത് എല്ലാത്തരം ഓഡിയൻസിനും കാണാന്നുള്ളതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സിനിമ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സ് എന്റെ അളിയ കിടിലം. ക്ലൈമാക്സ് 30 മിനിറ്റ്സ് തിയേറ്റർ കത്തിച്ചോ. ആ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക് ഒക്കെ അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. തിയേറ്റർ പടം. സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലാണ്. ഫുൾ സാറ്റിസ്ഫാക്ഷൻ. അടിപൊളി. ക്ലൈമാക്സ് അടിപൊളി. ഒന്നും പറയാം. വിചാരിക്കും ഇവിടെ തീരും എന്ന് വിചാരിക്കുന്നിടത്തേക്ക് നമ്മൾ അങ്ങ് കൊണ്ടുപോവുകയാണ്. ഒരു വല്ലാത്തൊരു വലിയൊരു എഫക്റ്റ്, വലിയൊരു അതെന്ത് പറയാം, മറ്റേ ഋഷഭിന്റെ അഭിനയമാണ് ഇതിൽ ഇരച്ച് നിൽക്കുന്നത്. സിനിമയുടെ മ്യൂസിക് എങ്ങനെയുണ്ടായിരുന്നു? മ്യൂസിക് അടിപൊളി. അറിയാലോ, ആ മ്യൂസിക് ഉണ്ടല്ലോ, വരാഹരൂപം എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് വരുമ്പോഴേക്കുള്ള ആ ഒരു ഒരുപാട് സർപ്രൈസ് എലമെന്റ് ഉണ്ട്. ഒരുപാട്. തിയേറ്റർ ഫുള്ള് കത്തിക്കലാണോ? അതെ ആണെന്ന് പറയാം. ക്ലൈമാക്സ് നമ്മൾ എണ്ണീറ്റ് നിന്ന് കൈയടിക്കും.
പിന്നെ നമ്മളങ്ങ് അതിലങ്ങ് അലിഞ്ഞു പോവുകയാണ്. നമ്മളങ്ങ് അതിനകത്തായി പോകും, കാന്താരയ്ക്ക് അകത്തായി പോകും. കൊള്ളാം ബ്രോ, നന്ദി മാത്രം. എന്ത് ക്ലൈമാക്സ് 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 ഒക്കെ കൊള്ളായിരുന്നു. ചെറിയ രണ്ട് CG വെച്ച് ഫുള്ള് സാറ്റിസ്ഫൈഡ് ആണോ? കൊള്ളാം, നല്ല രസമുണ്ട്, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ബ്രോ കൊള്ളാം, നല്ല പടം. പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? നല്ല സെക്കൻഡ് ഹാഫ് കിടിലോ. ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് വേറെ ഫസ്റ്റ് കടി കൊള്ളാം. പടം കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പടം കിടക്കിയിട്ടുണ്ട്. ചെയ്യരുത്, ഒറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പടം അടിപൊളി പടമാണ്. പെർഫോമൻസ് ആരെയുള്ള പെർഫോമൻസ്? മെയിൻ ഋഷഭ് ഷെട്ടിയുടെ കിടില അടിപൊളി പടം. അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് ചേച്ചി പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പടം വേറെ ലെവൽ വന്നു? പ്രതീക്ഷിച്ചതിന്റെ ഒക്കെ അപ്പുറത്തായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ട്രailer കണ്ട് വന്നവരല്ല പടം. ട്രailer ഭയങ്കര ഡിഫറെന്റ് ആണ്. അങ്ങനെ ഒന്നും കണ്ടില്ല, ഞാനൊന്നും കണ്ടിട്ടോ ഒന്നും അല്ല വന്നത്. ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിട്ടോ അങ്ങനെയല്ല. ഞാൻ ഒരു കാന്താര ഇഷ്ടമുള്ള ഒരാളാണ്. ഫസ്റ്റിനേക്കാളും കുറെ കൂടി സന്തോഷമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഈ പടങ്ങളെ സംസാരം തിരിച്ചു വന്നത് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ട് അതിനെ ഒരു ഓവർ എക്സ്പ്രഷൻ വന്നാലും കാര്യം കുഴപ്പമില്ല. ഇതിന്റെ ഇരട്ടിയുണ്ട് പടം. മ്യൂസിക് എങ്ങനെയുണ്ട്? മ്യൂസിക്കൊക്കെ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടോ അത് തന്നെ. ക്ലൈമാക്സ് തിയേറ്റർ കത്തിക്കലാണോ? ഉറപ്പാണ്. ഒരു സിനിമയിലെ മൂവി ലവേഴ്സ് ഒക്കെ ഉറപ്പായിട്ട് മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ ഉറപ്പായിട്ട് മൂവി ലവേഴ്സിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം അതിനുള്ള സംഭവം ഉണ്ട് ഇതിൽ. ഇത് നമ്മൾ തിയേറ്ററിൽ കണ്ടാലും നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ OTT കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല.